ഹായ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുരുഷനെ പ്രണയത്തിൽ വീഴ്ത്തുന്നതിന് ആവശ്യമായിട്ടുള്ള 7 വേർഡ്സ് ആണ്. അത് ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഇനി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെങ്കിലും കപ്പിൾസിനിടയിലാണെങ്കിലും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ സിറ്റുവേഷനനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നല്ല പ്രണയത്തിലാവും. ആ ഒരു കണക്ഷൻ വലിയ രീതിയിൽ ബിൽഡാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതൊക്കെയാണ് അത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എസ്പെഷ്യലി അതൊരു റിലേഷൻഷിപ്പിൽ ഒരു കണക്ഷൻ ബിൽഡ് ആവുന്നത് എങ്ങനെയാണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എനർജി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ പറയുന്നത്, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വളരെയധികം ഹാപ്പി ആയിരിക്കും. അവർക്ക് കിട്ടുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു വൈബായിരിക്കും. നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ കൂടുതൽ താല്പര്യം കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഓരോന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടത് അതിന് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആളുകളോട് മാത്രമാണ്. അപ്പോൾ ഡിസേർവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഓരോ പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും അസുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ കൂടെയുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മെഡിസിൻ എടുത്തു തരുന്നു, ഭക്ഷണം എടുത്തു തരുന്നു, നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹി ഡിസേർവ് സംതിങ്. ആ ഒരു കണക്ഷൻ ബിൽഡാവുന്ന ഒരു വാക്ക് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല അത് പറയുന്നത് വഴി അവിടെ വലിയ രീതിയിലുള്ള ഒരു കണക്ഷൻ ബിൽഡാവുകയും ചെയ്യും. ഏതാണ് ആ വേർഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ ടേക്കിംഗ് സച്ച് ഗുഡ് കെയർ ഫോർ മീ എന്നുള്ള രീതിയിൽ പറഞ്ഞാലും മതി. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നതിന് താങ്ക്സ് എന്നുള്ള ഒരു വാക്ക് അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പറഞ്ഞ ആൾക്ക് പറഞ്ഞതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും, കേട്ട ആൾക്ക് ഇത് ചെയ്തു കൊടുത്തതിൻ്റെ ആ ഒരു അത് അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തി എന്നുള്ളത് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അത് നല്ലതാണ്. അങ്ങനെ പറയുന്നത് വഴി ഭയങ്കരമായിട്ട് കണക്ഷൻ ബിൽഡ് ആവുമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബിസിനസ്സിൽ ലോസ് സംഭവിച്ചതാവാം, അല്ലെങ്കിൽ സാലറി കിട്ടാൻ ഡിലേ ആയതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് തോന്നും അവർ സേഫാണ് എന്നുള്ളത്. അങ്ങനെ സേഫ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ കാമുകനോട് പറയേണ്ട ഒരു കാര്യം, യു മേക്ക് മീ ഫീൽ സോ സേഫ് എന്നുള്ളതാണ്. മലയാളത്തിലാണെങ്കിൽ, നീ എൻ്റെ കൂടെയുള്ളത് എനിക്ക് ഭയങ്കര സേഫ് ആയിട്ട് തോന്നുന്നു എന്നുള്ള രീതി, നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ പറയാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു, ഒരു എക്സാമ്പിൾ എന്ന് മാത്രം. സേഫ് എന്നുള്ളതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. നിൻ്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് വളരെയധികം കണക്ഷൻ ബിൽഡ് ആവാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോളൂ. നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒരു സിറ്റുവേഷൻ നോക്കാം. എപ്പോഴും നിങ്ങളോട് പറയുന്ന പ്രോമിസസ് ഒക്കെ അത് അതുപോലെ തന്നെ പാലിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, കാമുകനായിക്കോട്ടെ. അങ്ങനെ പാലിക്കുന്നുണ്ടെങ്കിൽ ഹി ഡിസേർവ് സംതിങ്. എന്താണ്? ഐ ട്രസ്റ്റ് യു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു വേർഡ് നമ്മൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ആ ട്രസ്റ്റ് എന്നും നിലനിർത്താനും അവർ പറയുന്ന വാക്കുകൾ എന്നും പാലിക്കാനും അവർക്കൊരു പ്രചോദനമായിരിക്കുകയാണ്. ആ ഒരു വേർഡ് പ്രചോദനമായി തീരുമെന്നുള്ളതാണ് പറയുന്നത്. സോ അത്തരം സിറ്റുവേഷൻസിൽ ഐ ട്രസ്റ്റ് യു എന്ന് പറയാൻ മടിക്കാതിരിക്കുക, അത് പറയുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും വീട്ടിൽ തന്നെ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെ ചിലപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും യാത്രകൾ പോകുന്നു ഒന്നിച്ച്. അങ്ങനെ പോയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് പറയാം, ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു,
അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുഖത്തുള്ള ആ ഒരു ഹാപ്പിനെസ്സും അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കാണുന്ന സമയത്ത് അവർക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ കൊണ്ടുപോകാനും കാഴ്ചകൾ കാണിക്കാനും ഭക്ഷണം വാങ്ങിച്ചു തരാനും ഒക്കെയുള്ള താല്പര്യം കൂടും. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ് ഈ ഇത്തരത്തിലുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുന്നത് വഴി ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ആവും എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സോ യൂസ് ഇറ്റ് വെൻ യു ഗെറ്റ് എ ചാൻസ്. അവർ ഡിസേർവ്ഡ് ആണെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളത് പറയുക. നെക്സ്റ്റ് വൺ, അതുപോലെ തന്നെ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ വൈഫിനെ കൂട്ടി കൊണ്ടുപോയി നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലാണ് പോയിട്ടുള്ളത്, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്തു. പർച്ചേസൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം ഇന്നത്തെ പർച്ചേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും ഭാവിയിൽ നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്, നിങ്ങളതിൽ ഹാപ്പിയാണ്, അതിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ അവർക്കൊരു മെൻറ്റാലിറ്റി വരും എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റ് ഡിസേർവ്ഡ് ആണെങ്കിൽ മാത്രം പറയുക. ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ സാമ്പത്തികമായി ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഗംഭീര പർച്ചേസ് ഒന്നും നടത്തിക്കൊള്ളണം എന്നില്ല. സോ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഡിസേർവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ ലവ് ദ വേ യു സംതിങ്. അവിടെ നിങ്ങൾക്ക് എന്തും ഇഷ്ടമുള്ളത് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ലവ് ദ വേ യു സോൾവ് ദ പ്രോബ്ലം. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചോ, ലൈഫിൽ ഒരു സ്ട്രഗിൾ വരികയാണ്, അത് ഈസി ആയിട്ട് സോൾവ് ചെയ്തെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവർക്ക് വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ കാണിക്കാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് അവരെടുക്കും എന്നുള്ളതാണ്. മാത്രമല്ല, എന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ അല്ലെങ്കിൽ എൻ്റെ കാമുകി എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും എന്നുള്ളതാണ്. അത് ഈ ഒരു കാര്യം മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും ഐ ലവ് ദ വേ യു ഡിഡ് ദിസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ എടുത്ത് പറയുക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. ക്യാൻ ഐ ഹാവ് എ ഡു ഓവർ എന്നുള്ള സംഭവം അത് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് വീട്ടിലോട്ട് കയറി വരികയാണ്, ഇപ്പോൾ 2 മക്കളുണ്ട്, കുട്ടികളെ നോക്കണം, കിച്ചണിൽ പരിപാടിയുണ്ട്, അതുപോലെ തന്നെ കുറേ അലക്കാനുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, എനിക്കിതൊന്ന് അലക്കി തരുമോ, അല്ലെങ്കിൽ കിച്ചണിലൊന്ന് നോക്കുമോ, അല്ലെങ്കിൽ കുഞ്ഞിനൊന്ന് നോക്കുമോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള നിങ്ങളുടേതായിട്ടുള്ള ചെയ്യാനുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അത് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക, അവരും കൂടി അത് ചെയ്യുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഫാമിലി മാനായിട്ട് അവർക്കൊരു ഫീൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ കണക്ഷൻ അവിടെ ബിൽഡ് ചെയ്യും. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് നേരെ പോകുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, വേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഇങ്ങനെയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളിലൊന്നും കൂടുതലായിട്ട് എൻഗേജ്ഡ് അല്ലെങ്കിൽ ആ കണക്ഷൻ ബിൽഡ് ആവാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഇനീഷ്യേഷൻ എടുത്തുകൊണ്ട് ഇന്നത് ചെയ്തു തരുമോ എന്ന് ചോദിക്കുക, അത് ചെയ്തു തരും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റിൽ സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്യുക, ഒരു ഫ്രണ്ട്ലി ആയിട്ട് 2 പേരും കൂടി ഒന്നിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് നന്നായിട്ട് ബിൽഡ് ആവും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കാമുകന്മാരാണ് കാണുന്നതെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള 7 ഫ്രേസസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ആ ഒരു കെമിസ്ട്രി ഉണ്ടാകാനും ആ ഒരു കണക്ഷൻ ബിൽഡാവുകയും വളരെ മനോഹരമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.